സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ വാരണാസിക്ക് അടുത്തുള്ള സാരനാഥിലാണ്. അവിടെ ധമ്മചക്ര പ്രവർത്തന സുത്തം എന്ന ബുദ്ധൻ്റെ ആദ്യത്തെ സുത്തം ഉപദേശിച്ചിട്ടുള്ള ഒരു സ്ഥലം, അതാണ് സാരനാഥ്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ബുദ്ധൻ്റെ ബോധോദയത്തിന് ശേഷം ബുദ്ധൻ ആദ്യമായിട്ട് തൻ്റെ 5 ശിഷ്യന്മാർക്ക് ഉപദേശം നടത്തിയ സ്ഥലം ആണ് ഈ സാരനാഥ്. എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. ധമ്മചക്ര പ്രവർത്തന സൂത്രത്തിൻ്റെ ഒരു മലയാള വ്യാഖ്യാനം നമ്മൾക്ക് ഇവിടെ തുടങ്ങാം. നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആ മലയാള വ്യാഖ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പവിത്ര ഭൂമിയിൽ നമുക്ക് ധമ്മചക്ര പ്രവർത്തന സൂത്രം ഒന്ന് പാരായണം ചെയ്യാം. അതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. എല്ലാവർക്കും സൂത്രത്തിലേക്ക് സ്വാഗതം. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്സ. ഏകം സമയം ഭഗവാ വാരാണസിയം വിഹരതി ഇസിപത്തനേ മിഗതായേ. ഒരിക്കൽ ഭഗവാൻ വാരണാസിയിൽ ഇസിപത്തനം എന്ന സ്ഥലത്ത് മിഗതായ എന്ന് പറയുന്ന ആ പാർക്കിനടുത്ത് വിഹരിക്കുകയായിരുന്നു. തത്ര കോ ഭഗവാ പഞ്ചവർഗീയ ഭിക്ഷു ആമന്ദേസി. ആ സമയത്ത് ഭഗവാൻ ബുദ്ധൻ പഞ്ചവർഗീയ ഭിക്ഷുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ദ്വേമേ ഭിക്ഷവേ അന്താപഭജ്ജിതേന നസേവിദഭ. ഭിക്ഷുക്കളെ, ഈ 2 കാര്യങ്ങളാണ് ഒരു പ്രവജ്ജിതനായിട്ടുള്ള, അതായത് സംസാരം ഉപേക്ഷിച്ചുകൊണ്ട് സന്യാസിയായിട്ടുള്ള ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു സന്യാസി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങൾ ഈ 2 കാര്യങ്ങളാണ്. കഥമേ ദ്വേ, ഏതാണ് ഈ 2 കാര്യങ്ങൾ? യോ ചായം കാമേസു കാമസുഖല്ലികാനുയോഗോ ഹീനോ ഗമ്മോ പുതുജനികോ അനരിയോ അനർത്ഥസംഹിതോ. യോ ചായം കാമേസു കാമസുഖല്ലികാനുയോഗോ. ഏതൊരു കാര്യം നമ്മളുടെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നുവോ, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളുമായിട്ട് നമ്മുടെ മനസ്സിനെ രമിപ്പിക്കുന്നുവോ, അത് ഹീനമാണ്, അതായത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഗ്രാമ്യമാണ്, അതായത് ഗ്രാമീണ ജനതകൾക്ക് യോഗ്യമാണ്, പുതുജനികോ സാധാരണ ജനങ്ങൾക്ക് യോഗ്യമാണ്, അനരിയോ അനാര്യന്മാർക്ക് യോഗ്യമാണ്, അനർത്ഥസംഹിതോ എല്ലാ അനർത്ഥങ്ങളും കൊണ്ടുവരുന്നതാണ്. അതായത് ഈ 5 ഇന്ദ്രിയ സുഖങ്ങൾ ഒരിക്കലും ഒരു സന്യാസി അനുഭവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. ഈ 5 ഇന്ദ്രിയ സുഖങ്ങൾ ഏതൊക്കെയാണ്? കണ്ണിന് പ്രിയപ്പെട്ട രൂപം, മൂക്കിന് പ്രിയപ്പെട്ട ഗന്ധം, നാവിന് പ്രിയപ്പെട്ട രുചി, കാതിന് പ്രിയപ്പെട്ട ശബ്ദം, ത്വക്കിന് പ്രിയപ്പെട്ട സ്പർശം. ഈ കാര്യങ്ങൾ, ഇതിൽ വളരെ ദുഃഖമുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇതെല്ലാം രാഗമുണ്ടാക്കുന്നതാണ്. അത് കാരണം ഇത് ഒരു സന്യാസിക്ക് യോജിച്ചതല്ല, ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനാൽ ഒരു സന്യാസി ഈ ഇന്ദ്രിയ സുഖങ്ങളെ ഉപേക്ഷിക്കണം. അതായത് അതിൽ രമിക്കരുത് എന്നാണ് അർത്ഥം.
യോ ചായം അത്ത കിലമതാനുയോഗോ ദുഃഖോ അനരിയോ അനത്ത സംഹിതോ. ഇനി മറുവശത്ത് അത്ത കിളമിതാനുയോഗോ, അതായത് ആത്മക്ലേശം ഉണ്ടാക്കുന്ന യോഗം അല്ലെങ്കിൽ തപസ്, അതായത് ഒരു കാലത്ത് തന്നെ എപ്പോഴും നിൽക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യം അതികഠിനമായിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും തപസ്, അതും നമ്മൾ ചെയ്യരുത്. അതും അതീവ ദുഃഖമുണ്ടാക്കുന്നതാണ്. അനരിയോ, ആര്യന്മാർക്ക് യോജിച്ചതല്ല. അനത്ത സംഹിതോ, എല്ലാ തരത്തിലുള്ള അനർത്ഥങ്ങളും കൊണ്ടുവരുന്നതാണ്. അതായത് മുക്തിക്ക് ശ്രമിക്കുന്ന ഒരു ഭിക്ഷു ഒരു കാരണവശാലും ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ഒരു ഗൃഹസ്ഥനെ പോലെ കാമഭോഗങ്ങളിൽ ആസക്തനായിക്കൊണ്ട് ജീവിക്കരുത്. അല്ലെങ്കിൽ ആ വ്യക്തി അതികഠിനമായിട്ടുള്ള എക്സ്ട്രീമായിട്ടുള്ള തപസ്സും അനുഷ്ഠിക്കരുത്. അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ പഞ്ചാഗ്നി മദ്യത്തിൽ തപസ് ചെയ്യുക, അങ്ങനെയുള്ള അതികഠിനമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യരുത്. അതേപോലെ തന്നെ വിഷയസുഖങ്ങളിൽ മുഴുകി കഴിയരുതും ചെയ്യരുത്. ഇത് രണ്ടും ഉപേക്ഷിക്കണം. ഏതേ ഖോ ഭിഖവേ ഉഭോ അന്തേ അനുപഗമ്മ മജ്ജിമാ പടിപദ തഥാഗതേന അഭിസംബുദ്ധ ചക്കുകരണി ജ്ഞാനകരണി ഉപസമായ അഭിജ്ഞായായ സംബോധായ നിബ്ബാണായ സംവത്തതി. ഏതേ ഖോ ഭിഖവേ, അതിനാൽ ഭിക്ഷുക്കളെ, ഉഭോ അന്തേ അനുപഗമ്മ, ഈ രണ്ട് വഴികളെയും പിന്തുടരാതെ, മജ്ജിമ പടിപത, മധ്യമമായിട്ടുള്ള മാർഗം, തഥാഗതേന അഭിസംബുദ്ധ, തഥാഗതൻ ആയിട്ടുള്ള അഭിസംബുദ്ധൻ, സംബുദ്ധനായിട്ടുള്ള ഭഗവാൻ അരുളി ചെയ്ത ചക്കുകരണിം, ദർശനം ഉണ്ടാക്കുന്ന ജ്ഞാനകരണിം, ജ്ഞാനം ഉണ്ടാക്കുന്ന ഉപശമായ, പ്രശാന്തത ഉണ്ടാക്കുന്ന അഭിജ്ഞായ, സിദ്ധി ഉണ്ടാക്കുന്ന നിബ്ബാണായ, നിർവ്വാണം തരുന്ന ഈ മാർഗം സ്വീകരിക്കണം. അതായത് മധ്യമ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. കഥമാച സാ ഭിഖവേ മജ്ജിമാ പടിപദ തഥാഗതേന അഭിസംബുദ്ധ ചക്കുകരണി ജ്ഞാനകരണി ഉപസമായ അഭിജ്ഞായ സംബോധായ നിബ്ബാണായ സംവത്തതി. കഥമാച സാ ഭിഖവേ, ഭിക്ഷുക്കളെ, എന്താണ് മജ്ജിമ പടിപത തഥാഗതേന അഭിസംബുദ്ധ, സംബുദ്ധൻ അരുളി ചെയ്തു കഴിഞ്ഞിട്ടുള്ള ആ മധ്യമമായിട്ടുള്ള, ആ മധ്യമമായിട്ടുള്ള മാർഗം എന്താണ്? ഈ മാർഗമാണ് നിങ്ങൾക്ക് ചക്കുകരണി ജ്ഞാനകരണി ഉപസമായ അഭിജ്ഞായ സംബോധായ നിബ്ബാണായ സംവത്തതി. അത് നിങ്ങൾക്ക് ദർശനമുണ്ടാക്കുന്നത്, ശാന്തി ഉണ്ടാക്കുന്നത്, സിദ്ധി ഉണ്ടാക്കുന്നത്, ബോധോദയം ഉണ്ടാക്കുന്നത്, നിർവ്വാണം ഉണ്ടാക്കുന്നത്. അത് ഏതാണ് ഈ മധ്യമമായിട്ടുള്ള അല്ലെങ്കിൽ മധ്യമമായിട്ടുള്ള പടിപത അല്ലെങ്കിൽ മാർഗം? അത് ഇങ്ങനെയാണ്. അയമേവ അരിയോ അഠംഗികോ മഗ്ഗോ സെയ്യതിതം. അത് ഈ ആര്യ ആഠംഗികോ മഗ്ഗോ, ഈ ആര്യ അഷ്ടാംഗിക മാർഗമാണ്. സെയ്യതിതം, അത് ഇപ്രകാരമാണ്. സമ്മാ ദിഠി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. ആ അഷ്ടാംഗമാർഗം ഇപ്രകാരമാണ്. സമ്യക്കായിട്ടുള്ള ദിഠി അല്ലെങ്കിൽ ദർശനം, സമ്മ സങ്കല്പോ, സമ്യക്കായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സങ്കല്പം, സമ്മ വാച, ശരിയായിട്ടുള്ള വാച, സമ്മ കമ്മന്തോ, ശരിയായിട്ടുള്ള കർമ്മം, സമ്മ ആജീവോ, ശരിയായിട്ടുള്ള ആജീവിക, സമ്മ വായാമോ, ശരിയായിട്ടുള്ള വ്യായാമം, സമ്മ സതി, ശരിയായിട്ടുള്ള സതി,
സമാധി, ശരിയായിട്ടുള്ള സമാധി. അയം ഘോസ ഭിക്ഷവേ മജ്ജിമാ പടിപദ തഥാഗതേന അഭിസംബുദ്ധാ ചക്ഷുകരണീ ജ്ഞാനകരണീ ഉപസമായ അഭിജ്ഞായായ സംബോധായ നിബ്ബാണായ സംവത്തതി. അയം ഘോസ ഭിക്ഷവേ, ഭിക്ഷുക്കളെ, ഇതാണ് മജ്ജിമ പടിപത, മധ്യമമായിട്ടുള്ള മാർഗം. തഥാഗതേന അഭിസംബുദ്ധ, തഥാഗതൻ ആയിട്ടുള്ള ബുദ്ധൻ പറഞ്ഞു തന്നിട്ടുള്ള ചക്കുകരണി, ദർശനമുണ്ടാക്കുന്ന, ജ്ഞാനകരണി, ജ്ഞാനമുണ്ടാക്കുന്ന, ഉപശമായ, പ്രശാന്തമാക്കുന്ന, അഭിജ്ഞായ, സിദ്ധി തരുന്ന, സംബോധായ, ശരിയായിട്ടുള്ള ബോധം തരുന്ന, നിബ്ബാണായ, നിർവ്വാണത്തിലേക്ക് നയിക്കുന്ന മധ്യമമായിട്ടുള്ള പടിപത അല്ലെങ്കിൽ മധ്യമമായിട്ടുള്ള മാർഗം. ഇദം കോപണഭിക്ഷവേ ദുഃഖം അരിയ സച്ചം ജാതിബി ദുഃഖ ജരാബി ദുഃഖ വ്യാധിബി ദുഃഖോ മരണം ബി ദുഃഖം അപ്യേഹി സംപയോഗോ ദുഃഖോ പിയേഹി വിപ്പയോഗോ ദുഃഖോ യംബിച്ചം നലഭതി തംബി ദുഃഖം സംഗീത്തേന പഞ്ചുപാദാന ഖന്ദാ ദുഃഖ. ഇദം കോപണ ഭിക്ഷവേ ദുഃഖം അരിയ സത്യം. ഭിക്ഷുക്കളെ, ഇതാണ് ദുഃഖത്തിൻ്റെ ആര്യസത്യം. അതായത് ദുഃഖത്തിൻ്റെ സത്യം ഇതൊക്കെയാണ്. ജാതീബി ദുഃഖ, ജന്മം അത് ദുഃഖമാണ്. ജരാബി ദുഃഖ, വാർദ്ധക്യം ദുഃഖമാണ്. വ്യാധീബി ദുഃഖോ, രോഗം ദുഃഖമാണ്. മരണംബി ദുഃഖം, മരണം ദുഃഖമാണ്. അപ്രിയേഹി സംപയോഗോ ദുഃഖോ, അപ്രിയമായിട്ടുള്ള കാര്യങ്ങളാൽ നമ്മൾ ഒത്തുചേരുന്നത് അത് ദുഃഖമാണ്. പിയേഹി വിപ്പയോഗോ ദുഃഖോ, പ്രിയപ്പെട്ട കാര്യങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും വിയോഗം അത് ദുഃഖമാണ്. എം പിച്ചം ന ലഭതി തമ്പി ദുഃഖം, നമ്മൾ ഏത് ആഗ്രഹിക്കുന്നുവോ അത് ലഭിക്കാതിരിക്കുന്നതും ദുഃഖമാണ്. സംഗീത്തേന പഞ്ചുപാദാന ഖന്ദ ദുഃഖ. സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ 5 ഉപാദാന സ്കന്ധങ്ങൾ, ഇതിനോടുള്ള ആസക്തി തന്നെയാണ് ദുഃഖം എന്ന് പറയുന്നത്. ഇവിടെ 5 ഉപാദാന സ്കന്ധം എന്ന് പറയുമ്പോൾ 2 കാര്യത്തെയാണ് ആണ് ഇത് പഞ്ച ഉപാദാന സ്കന്ധം എന്ന് പറയുന്നത്. നമ്മൾ എന്ന് പറയുന്നത് ശരീരത്തിനെയും മനസ്സിനെയും. ഇതിനെ പണ്ടത്തെ ഭാഷയിൽ ശരീരത്തിനെ രൂപം എന്ന് വിളിക്കുന്നു, മനസ്സിനെ നാമം എന്ന് വിളിക്കുന്നു. അപ്പോൾ ശരീരം എന്നത് രൂപം. ഇനി നാമം അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് അതിനെ 4ആയിട്ട് തരംതിരിക്കാം. വിജ്ഞാനം, സംഖ്യ, വേദന, സംസ്കാർ എന്ന് പറയുന്ന 4 കാര്യങ്ങൾ. ഇത് 4ഉം കൂടിയതിനെയാണ് നമ്മൾ മനസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രൂപം, അതേപോലെ തന്നെ മനസ്സിൻ്റെ ഈ 4 സ്കന്ധങ്ങൾ, ഇതിനോടുള്ള ആസക്തി, ഇതിനെയാണ് നമ്മൾ ദുഃഖം എന്ന് വിളിക്കുന്നത്. സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ, അത് ചുരുക്കി പറയുകയാണെങ്കിൽ ദുഃഖം എന്താണ്? ശരീരത്തിനോടും മനസ്സിനോടും ഉള്ള എല്ലാ കാര്യങ്ങളോടുള്ള ആസക്തി. അതായത് ഇത് ഞാനാണ്, ഇത് എൻ്റെയാണ് എന്നുള്ള ആസക്തി, ഇതിനെയാണ് ദുഃഖം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ആസക്തി ഉണ്ടാകുന്നത്? കാരണം ഇത് നശിക്കാത്തതാണ്, അല്ലെങ്കിൽ ഇത് ഞാനാണ് എന്ന തെറ്റായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ട്. അതിനെയാണ് നമ്മൾ മോഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഹം മൂലം ഇതിനോടുള്ള ആസക്തി, ഇത് കൊണ്ടാണ് നമുക്ക് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. ഇദം കോപണ ഭിക്ഷവേ ദുഃഖ സമുദയം അരിയ സച്ചം യായം തണഹ പുനഃഭവിക നന്ദീരാഗ സഹഗത തത്ര തത്രാഭിനന്ദിനി സയ്യതിദം കാമതനഃ ഭവതനഃ വിഭവതനഃ. ഇദം കോപണ ഭിക്ഷവേ ദുഃഖസമുദയം അരിയ സത്യം. നമ്മൾ നേരത്തെ ദുഃഖത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി
ഭിക്ഷുക്കളോട് പറയുകയാണ് എങ്ങനെയാണ് ഈ ദുഃഖ സമുദയം, അതായത് ദുഃഖം എങ്ങനെയാണ് ഉദിക്കുന്നത്, ഇതിൻ്റെ ആര്യസത്യം എന്താണ് ഇതിന് കാരണം. യായം തനഹ പുനഃഭവിക, ഈ തണഹ അല്ലെങ്കിൽ തൃഷ്ണ അത് പുനഃഭവിക, വീണ്ടും വീണ്ടും നമ്മൾക്ക് ഭവം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജന്മം നൽകുന്നത്, നന്ദീരാഗ സഹഗത, എപ്പോഴും അതിനോട് ആസക്തി ഉണ്ടാക്കുന്നത്, തത്രാഭിനന്ദിനി, നമ്മൾ എല്ലായ്പ്പോഴും ഇതിനെ അഭിനന്ദനം ചെയ്യുന്നു, വളരെ നല്ല കാര്യം എന്ന് വിളിക്കുന്നു. സയ്യതിതം, അത് ഏതൊക്കെയാണ്? കാമതനഹ, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലോടുള്ള ആ കാമതൃഷ്ണ, ഭവതനഹ, വീണ്ടും വീണ്ടും ജന്മം ഉണ്ടാകണം എന്നുള്ള തനഹ, അതേപോലെ തന്നെ വിഭവതണഹ, യാതൊരുവിധ ജന്മവും ഉണ്ടാകരുത് എന്നുള്ള തൃഷ്ണ. ഈ 3 കാര്യങ്ങളും കൂടിയിട്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം സമുദയം, ദുഃഖമുണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി അടുത്തത് പറയുകയാണ് ദുഃഖ നിരോധത്തിൻ്റെ കാര്യം. എങ്ങനെയാണ് നമുക്ക് ഈ ദുഃഖത്തെ നിരോധിക്കാൻ സാധിക്കുക? ഇതം കോപണഭിഖവേ ദുഃഖ നിരോധം അരിയ സച്ചം യോ തസ്സായേവ തനഹായ അശേഷ വിരാഗ നിരോധോ ചാഗോ പടിനിസഗോ മുക്തി അനാലയോ. ഇതം കോപണ ഭിഖവേ, ഭിക്ഷുക്കളെ ഇതാണ് അതിനുള്ള വഴി. ദുഃഖനിരോധം അരിയ സത്യം, ദുഃഖനിരോധത്തിൻ്റെ ആര്യസത്യം ഇതാണ്. യോ തസ്സായേവ തനഹായ അശേഷ വിരാഗ നിരോധോ, ആ തൃഷ്ണയെ അശേഷം ഒട്ടും തന്നെ ബാക്കിയില്ലാതെ വിരാഗ നിരോധോ, അതിനെ പൂർണ്ണമായിട്ടും നിരോധം ചെയ്യണം. ചാഗോ, അതിനെ ത്യജിക്കണം. പടിനിസഗ്ഗോ, ഉപേക്ഷിക്കണം. മുക്തി, അതിനോട് മുക്തി നേടണം. അനാലിയോ, അതിനോട് കൂടിച്ചേരരുത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദുഃഖനിരോധം ഉണ്ടാകും. അപ്പോൾ ആ തൃഷ്ണയെ പരിപൂർണമായിട്ടും നമ്മൾ ഉപേക്ഷിക്കണം. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ ദുഃഖത്തിൻ്റെ ആര്യസത്യം, അതായത് എന്തൊക്കെയാണ് ദുഃഖം എന്ന് പറഞ്ഞു. രണ്ടാമത്തത് ദുഃഖ സമുദയം, എങ്ങനെയാണ് ദുഃഖം ഉണ്ടാകുന്നത് പറഞ്ഞു, അതിൻ്റെ കാരണം എന്താണ്? തൃഷ്ണ. ഇനി മൂന്നാമത് പറഞ്ഞത് ദുഃഖനിരോധം, എങ്ങനെ നമുക്ക് ദുഃഖത്തെ ഇല്ലാതാക്കാം, അതിന് പറഞ്ഞിട്ടുള്ള കാര്യം തൃഷ്ണയെ നിവാരണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിനെ തന്നെയാണ് ഭഗവാൻ വീണ്ടും കുറച്ചുകൂടി കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. ഇതം കോപണഭിഖവേ ദുഃഖ നിരോധഗാമിനി പടിപദ ആര്യ സച്ചം അയമേവ അരിയോ അട്ടംഗികോ മഗ്ഗോ സയ്യദിതം സമ്മാദിട്ടി സമ്മാസംഗപ്പോ സമ്മാവാച സമ്മാ കമ്മന്തോ സമ്മാ ആജീവോ സമ്മാ വായാമോ സമ്മാ സതി സമ്മാ സമാധി. ഈ ദുഃഖ നിരോധത്തിനുള്ള പടിപത, ആ മാർഗം ഏതൊക്കെയാണ്? ഈ കാര്യങ്ങളാണ്, അതായത് ഈ അഷ്ടാംഗ മാർഗം ആണ്. സമ്മാദിട്ടി മുതലുള്ള സമാധി വരെയുള്ള ഈ അഷ്ടാംഗ മാർഗം, ഇതിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ദുഃഖങ്ങളെ നമുക്ക് നിരോധിക്കാൻ സാധിക്കും. ഇനി ഇതിലും കുറച്ചുകൂടി വിസ്താരമായിട്ട് ഭഗവാൻ ബുദ്ധൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അതായത് ദുഃഖം എന്ന് പറയുന്ന ആര്യസത്യമുണ്ട്. ഈ ദുഃഖത്തിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കണം. ദുഃഖ സമുദയം എന്ന് പറയുന്ന ആര്യസത്യമുണ്ട്, അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കണം. ദുഃഖനിരോധം എന്ന് പറയുന്ന ആര്യസത്യമുണ്ട്, അതിനെയും പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. ദുഃഖനിരോധഗാമിനി പടിപദ എന്ന ആര്യസത്യമുണ്ട്, അതിനെയും പരിപൂർണമായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ ഈ 4 കാര്യങ്ങളെയും ഭഗവാൻ ബുദ്ധൻ സ്വയം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് പഞ്ചവർഗീയ ഭിക്ഷുക്കളോട് പറയുകയാണ്. ഇദം ദുഃഖം അരിയ സച്ചന്തി മേ ഭിഖവേ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി
പഞ്ഞ ഉദപാദി വിദ്യാ ഉദപാദി ആലോകോ ഉദപാദി. ഇതം ദുഃഖം അരിസച്ചന്തി മേ ഭിക്ഷവേ. ഇതാണ് ദുഃഖത്തിൻ്റെ ആര്യസത്യം എന്ന് പറഞ്ഞ ഭിക്ഷുക്കളെ, പുബ്ബേ അനനസുത്തേഷു, അതായത് മുൻപ് ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ധമ്മേസു ചക്കും, ധർമ്മത്തിൻ്റെ ചക്ഷു അല്ലെങ്കിൽ ആ കാഴ്ച, ഉദപാദി, ആ കാഴ്ച എനിക്ക് ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പഞ്ഞ ഉദപാദി പ്രജ്ഞ ലഭിച്ചു, വിദ്യ ഉദപാദി വിദ്യ ലഭിച്ചു, ആലോകോ ഉദപാദി പ്രകാശം ലഭിച്ചു. ഇത് ദുഃഖമാണ് എന്ന ആര്യസത്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രം ഞാൻ നിന്നില്ല. തം കോ പണീതം ദുഃഖം അരിയസച്ചം പരിജ്ഞേയന്തി മേ ഭിക്ഷവേ. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ ആര്യസത്യത്തെ പരിപൂർണമായിട്ടും, അതായത് അത് ഏതെല്ലാം തരത്തിൽ ഉണ്ടോ അതിനെ മുഴുവൻ ഞാൻ മനസ്സിലാക്കണം. പുബ്ബേ അനനുസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞ ഉദപാദി വിദ്യ ഉദപാദി ആലോകോ ഉദപാദി എന്ന് പറഞ്ഞ് ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പണ്ട് കേൾക്കാത്ത തരത്തിൽ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു, ആ ധർമ്മത്തിൻ്റെ ചക്കു ഉദപാദി ദൃഷ്ടി ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, ആലോകോ പ്രകാശം ലഭിച്ചു. തം കോ പണീതം ദുഃഖം അരിയസച്ചം പരിജ്ഞാതന്തി ഭിക്ഷവേ പുബ്ബേ അനനസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞ ഉദപാദി വിദ്യ ഉദപാദി ആലോകോ ഉദപാദി. തം കോ പണീതം ദുഃഖ അരിയസച്ചം പരിജ്ഞാതന്തി മേ, അതായത് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ആ ദുഃഖത്തിൻ്റെ ആര്യസത്യം ഞാൻ മനസ്സിലാക്കി. അതിൻ്റെ പരിധിവരെ അതിനെ മറികടന്നുകൊണ്ട് ആ ദുഃഖത്തിൻ്റെ എല്ലാ പരിധിയും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഭിക്ഷുക്കളെ, പുബ്ബേ അനനുസുത്തേസു ധമ്മേസു, ഞാൻ മുൻപ് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ഭഗവാൻ ബുദ്ധൻ പറഞ്ഞത് ദുഃഖം എന്നുള്ള ആര്യസത്യം ഉണ്ട്, അതായത് എല്ലാം ദുഃഖമാണ് എന്ന് പറഞ്ഞു. എന്നാൽ അതുകൊണ്ട് ഭഗവാൻ ബുദ്ധൻ തൃപ്തനായിട്ടില്ല. ഈ ദുഃഖത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള സത്യം മനസ്സിലാക്കണം. അതായത് ഏതേത് വരെ ദുഃഖമുണ്ട് അതിനെയാണ് പരിജ്ഞേയം, അതായത് ദുഃഖമുണ്ടെങ്കിൽ അതിനെ പരിജ്ഞേയം, അതിൻ്റെ പരിപൂർണമായിട്ടുള്ള സത്യം മനസ്സിലാക്കണം. ഇനി മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് പരിജ്ഞാതം, അതായത് അതിനെ പരിപൂർണമായിട്ടും ഞാൻ മനസ്സിലാക്കി, അതായത് ദുഃഖത്തെ ഞാൻ പരിപൂർണമായിട്ടും മനസ്സിലാക്കി. ഇവിടെ ആദ്യമായിട്ട് ബുദ്ധൻ പറയുന്നത് ദുഃഖത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ആര്യസത്യം മനസ്സിലാക്കാൻ നമ്മൾ സ്ഥൂലമായിട്ടുള്ള ദുഃഖങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ. അതായത് ജന്മം ദുഃഖമാണ്, വ്യാധി ദുഃഖമാണ്, വാർദ്ധക്യം ദുഃഖമാണ്, മരണം ദുഃഖമാണ്, ഇഷ്ടമുള്ളതിനോടുള്ള വിയോഗം ദുഃഖമാണ്, അപ്രിയകരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള സംപ്രയോഗം, അതായത് കൂടിച്ചേരൽ ദുഃഖമാണ്. ഇതെല്ലാം സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പരിജ്ഞേയം, അതായത് ദുഃഖത്തിൻ്റെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളത് ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം സ്ഥൂലമായിട്ടുള്ള വേദനകളായിരിക്കും ശരീരത്തിലുണ്ടാകുക. അപ്പോൾ നമ്മൾക്കതിനോട് ദ്വേഷമുണ്ടാകും. ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അത് ദുഃഖമാണെന്ന് നമ്മൾക്ക് സ്വയം മനസ്സിലാകും. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖകരമായിട്ടുള്ള സംവേദനകൾ ഉണ്ടാകും. അപ്പോൾ നമുക്കതിനോട് ആസക്തി ഉണ്ടാകും. വീണ്ടും ആ സുഖം വരണമെന്ന് തോന്നും. കിട്ടാതിരിക്കുമ്പോൾ നമ്മൾക്ക് ദുഃഖം അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് അപ്പോഴും മനസ്സിലാവും ഇത് ദുഃഖകരമാണ്, കാരണം ഇതും ശാശ്വതമല്ല, ഇതും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് വ്യക്തിക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ രാഗത്തെയും ദേഷ്യത്തെയും മറികടന്ന് നമ്മൾ പോകുന്ന സമയത്ത്, വീണ്ടും നമ്മളുടെ ധ്യാനം മുന്നേറുന്ന സമയത്ത് വളരെ പ്രശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഇത് മുക്തി അല്ലെങ്കിൽ ഇത്
ശാശ്വതമാണ് എന്ന് പറയും. പക്ഷേ നമ്മൾ ധ്യാനം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾക്ക് പഴയ രീതിയിലേക്ക് പോകും. അപ്പോൾ അതും പരിണാമമുള്ളതാണ് എന്ന് മനസ്സിലാകും. ഇങ്ങനെ പോയി നിർവ്വാണ സ്ഥിതിക്ക് തൊട്ട് മുൻപുള്ള അവസ്ഥ വരെ ദുഃഖമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അപ്പോൾ നിർവ്വാണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ നിർവ്വാണ അവസ്ഥ, ഇത് കറക്റ്റായിട്ടുള്ള ദുഃഖമില്ലാത്ത അവസ്ഥയാണ് എന്ന് നമ്മൾക്ക് ബോധ്യമാകും. അതിനു മുൻപുള്ള എല്ലാ അവസ്ഥയും ദുഃഖം ആണ്. അതിനെയാണ് പരിജ്ഞേയം, അതായത് നിർവ്വാണം കിട്ടുന്ന അവസ്ഥ വരെയുള്ള ഏതെല്ലാം അവസ്ഥകൾ ദുഃഖമാണ് എന്ന് ഒരു സാധകൻ സ്വയം അറിയണം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് പരിജ്ഞാതം, അതായത് നിർവ്വാണം കിട്ടി, ഇവിടെ ദുഃഖമില്ല, ഈ അവസ്ഥ വരെ ചെന്ന് എത്തി. അപ്പോൾ ആദ്യം ദുഃഖമുണ്ട് എന്ന് മനസ്സിലാക്കി, പിന്നെ ദുഃഖത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള പരിധി വരെ മനസ്സിലാക്കി, മൂന്നാമത്തതായിട്ട് ആ ദുഃഖമില്ലാത്ത അവസ്ഥ വരെ എത്തിച്ചേർന്നു. അപ്പോഴാണ് ദുഃഖത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ആര്യസത്യം മനസ്സിലാക്കി എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തത്, പ്രഖ്യാപിച്ചത്. ഇങ്ങനെയാണ് ഒന്നാമത്തെ ആര്യസത്യത്തെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് ഭഗവാൻ ബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ആര്യസത്യത്തെപ്പറ്റി അതെങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് എന്ന് ബുദ്ധൻ ഭഗവാൻ ശിഷ്യന്മാരോട് ഉപദേശിക്കുകയാണ്. ഇദം ദുഃഖസമുദയം ആര്യ സച്ചന്തി മേ ഭിക്കവേ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞ ഉദപാദി വിദ്യ ഉദപാദി ആലോകോ ഉദപാദി. ഇതം ദുഃഖസമുദയം അരി സച്ചന്തി മേ ഭിക്കവേ. ഇതാണ് ദുഃഖത്തിന് കാരണം, അതായത് സമുദയം. ഇതിനോടൊപ്പം തന്നെ ദുഃഖമുണ്ടാകും എന്ന ആര്യസത്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പുബ്ബേ അനനുസുത്തേസു ധമ്മേസു, പണ്ട് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു ഉദപാദി, കണ്ണ് ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു. തംകോ പണീതം സമുദയം അരിയസച്ചം പഹാദബന്ധി മേ. തംകോ പണീതം ദുഃഖസമുദയം അരിയസച്ചം. അപ്പോൾ ആ ദുഃഖസമുദയമായിട്ടുള്ള ആര്യസത്യത്തെ പഹാദബന്ധി, അതിനെ പരിപൂർണമായിട്ടും പ്രഹാണം ചെയ്യണം, ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആര്യസത്യം എനിക്ക് മനസ്സിലായി. പുബ്ബേ അനനുസുത്തേസു ധമ്മേസു. അപ്പോൾ എനിക്ക് മുൻപ് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ദർശനം ഉണ്ടായി, ജ്ഞാനം ഉണ്ടായി, പ്രജ്ഞ ഉണ്ടായി, വിദ്യ ഉണ്ടായി, പ്രകാശം ഉണ്ടായി. തംകോ പണീതം ദുഃഖസമുദയം അരിയസച്ചം പഹാദന്തി മേ ഭിക്കവേ. അപ്പോൾ ആ ദുഃഖസമുദയമായിട്ടുള്ള ആര്യസത്യത്തെ പരിപൂർണമായിട്ടും പഹാനന്തി, അതിനെ പ്രഹാണം ചെയ്തു. ഭിക്കവേ, അപ്പോൾ ഭിക്ഷുക്കളെ, പുബ്ബേ അനനുസുത്തേസു ധമ്മേസു, മുൻപ് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു. ഈ കാര്യങ്ങളിൽ ഭഗവാൻ ബുദ്ധൻ പറയുന്നത് ദുഃഖസമുദയം, അതായത് ദുഃഖം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ള കാര്യം ആദ്യം ദുഃഖത്തെപ്പറ്റി മനസ്സിലാക്കി, ദുഃഖത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള കാര്യത്തെ 3 തരത്തിൽ ഭഗവാൻ ബുദ്ധൻ മനസ്സിലാക്കി. ഇനി ദുഃഖത്തിൻ്റെ സമുദയം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയും ഭഗവാൻ 3 തരത്തിൽ മനസ്സിലാക്കി. ദുഃഖമുണ്ടെങ്കിൽ അത് ഉണ്ടാകാനുള്ള കാരണം, ദുഃഖസമുദയം, അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി. അടുത്തതായിട്ട് ആ സമുദയമായിട്ടുള്ള ആ ഉണ്ടാകുന്ന ആ ആര്യസത്യത്തെ, ദുഃഖമുണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? തൃഷ്ണയാണ്. അതിനെ പഹാദബ്ബം, അതിനെ പ്രഹാണം ചെയ്യേണ്ടതുണ്ട്, അതിനെ ഇല്ലാതാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യം എനിക്ക് മനസ്സിലായി. ഇനി മൂന്നാമത് എനിക്ക് മനസ്സിലായത്, ഞാൻ അതിനെ പഹീണന്തി, അതായത് അതിനെ പരിപൂർണമായിട്ടും ഉന്മൂലനം ചെയ്തു, നഷ്ടപ്പെടുത്തി. അതായത് ദുഃഖസമുദയം എന്ന ആര്യസത്യം ഉണ്ടെന്ന് മനസ്സിലായി, അതിനെ പരിപൂർണമായിട്ടും നഷ്ടപ്പെടുത്തണം, അതിനെ പരിപൂർണമായിട്ടും നഷ്ടപ്പെടുത്തി.
ഈ അവസ്ഥ എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? തൃഷ്ണ ഒട്ടുമില്ലാത്ത ആ അവസ്ഥ, ആ നിർവ്വാണ അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഈ അവസ്ഥ ലഭിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തൃഷ്ണ ഏതെല്ലാം ക്ഷേത്രങ്ങളിലുണ്ടോ, അതായത് നിർവ്വാണ അവസ്ഥയ്ക്ക് തൊട്ട് മുൻപുള്ള ക്ഷേത്രത്തിൽ വരെ തൃഷ്ണയുണ്ട്, നിർവ്വാണ അവസ്ഥയിൽ ഒട്ടും തന്നെ തൃഷ്ണയില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ തൃഷ്ണയുടെ പരിപൂർണമായിട്ടുള്ള ക്ഷേത്രവും മനസ്സിലാക്കി എന്ന അർത്ഥം. ഇദം ദുഃഖനിരോധം അരിയ സച്ചന്തി മേ ഭിഖവേ പുബ്ബേ അനനുസുത്തേ സുധമ്മേ സുചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞാ ഉദപാദി വിജ്ജാ ഉദപാദി ആലോകോ ഉദപാദി. ഇദം ദുഃഖനിരോധം അരിയ സച്ചന്തിമേ, ഇത് ദുഃഖനിരോധത്തിൻ്റെ ആര്യസത്യമാണ് എന്ന് ഉള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പോൾ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു, പണ്ട് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു. തംകോ പണീതം ദുഃഖനിരോധം അരിയ സച്ചം സച്ചികാദഭന്തി മേ ഭിഖവേ. തംകോ പണീതം ദുഃഖനിരോധം അരിയ സച്ചം സച്ചികാദഭം. തംകോ പണീതം, ആ സമയത്ത് ആ ദുഃഖനിരോധം അരിയ സത്യം, ആ ദുഃഖനിരോധം എന്ന അവസ്ഥയെ സച്ചികാദഭം, അതിനെ സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മുൻപ് കേട്ടിട്ടില്ലാത്ത വിധം ധമ്മത്തിൻ്റെ ദർശനം ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു. തംകോ പണീതം ദുഃഖനിരോധം അരിയ സച്ചം സച്ചികതന്തി മേ ഭിഖവേ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞാ ഉദപാദി വിജ്ജാ ഉദപാദി ആലോകോ ഉദപാദി. തംകോ പനീതം ദുഃഖനിരോധം അരിയ സച്ചം സച്ചികതന്തിമേ. അപ്പോൾ ആ ദുഃഖനിരോധം എന്ന ആര്യസത്യത്തെ ഞാൻ സച്ചികതന്തി സാക്ഷാത്കരിച്ചു. ഭിഖവേ, അപ്പോൾ ഭിക്ഷുക്കളെ, പുബ്ബ അനനുസുത്തേഷു ധമ്മേസു, മുൻപ് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, ആലോകോ പ്രകാശം ലഭിച്ചു. അടുത്തത് ദുഃഖ നിരോധഗാമിനി പടിപത അരിയ സത്യം. അത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് ഭഗവാൻ ബുദ്ധൻ ഭിക്ഷുക്കളോട് ഉപദേശിക്കുന്നത്. ഇദം ദുഃഖ നിരോധഗാമിനി പടിപത ആര്യ സച്ചന്തി മേ ഭിഖവേ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞ ഉദപാദി വിദ്യ ഉദപാദി ആലോകോ ഉദപാദി. തം ഇദം ദുഃഖനിരോധഗാമിനി പടിപത അരിയ സച്ചന്തിമേ. അപ്പോൾ ഈ ദുഃഖനിരോധഗാമിനി, ഈ ദുഃഖനിരോധത്തിലേക്ക് നയിക്കുന്ന പ്രതിപത അല്ലെങ്കിൽ ആ മാർഗം, ആ ആര്യസത്യം എനിക്ക് മനസ്സിലായി. അതേതാണ്? അഷ്ടാംഗ ആര്യ മാർഗം. അതായത് സമ്മാദിഷ്ഠി മുതൽ സമാധി വരെയുള്ള അഷ്ടാംഗിക മാർഗം. ഈ അഷ്ടാംഗ മാർഗം പിന്തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖത്തെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കാം എന്ന ആ സത്യം എനിക്ക് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ നിന്നില്ല. തംകോ പണീതം ദുഃഖനിരോധഗാമിനി പടിപത അരിയ സച്ചം ഭാവേദഭന്തി മേ ഭിഖവേ. തംകോ പണീതം ദുഃഖനിരോധഗാമിനി പടിപത അരിയ സച്ചം. അപ്പോൾ ആ ദുഃഖനിരോധത്തിലേക്ക് നയിക്കുന്ന ആ വഴിയുടെ ആര്യസത്യം ഭാവേദഭം, അതിനെ ഭാവന ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ അഭ്യസിക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് മുൻപ് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു.
തം കോപണീതം ദുഃഖനിരോധഗാമിനി പടിപദ ആര്യസച്ചം ഭാവിതന്തി മേ ഭിക്കവേ പുബ്ബേ അനനുസുത്തേസു ധമ്മേസു ചക്കും ഉദപാദി ജ്ഞാനം ഉദപാദി പഞ്ഞ ഉദപാദി വിദ്യ ഉദപാദി ആലോകോ ഉദപാദി. തം കോ പണീതം ദുഃഖനിരോധഗാമിനി പടിപത അരിസ്വച്ഛം ഭാവിതന്തി മേ. അപ്പോൾ ആ ദുഃഖനിരോധത്തിനുള്ള ആ പ്രതിപത അല്ലെങ്കിൽ മാർഗത്തിൻ്റെ ആര്യസത്യം ഭാവിതന്തി അതിനെ പൂർണ്ണമാക്കി, ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അഭ്യസിച്ചു. അപ്പോൾ എനിക്ക് പുബ്ബേ അനനസുത്തേസു ധമ്മേസു, മുൻപ് കേട്ടിട്ടില്ലാത്ത ധർമ്മത്തിൻ്റെ ചക്ഷു എനിക്ക് ലഭിച്ചു, ജ്ഞാനം ലഭിച്ചു, പ്രജ്ഞ ലഭിച്ചു, വിദ്യ ലഭിച്ചു, പ്രകാശം ലഭിച്ചു. ഇവിടെ ഭിക്ഷുക്കളോട് ഭഗവാൻ ബുദ്ധൻ ഈ 4 കാര്യങ്ങൾ പറ്റി പറയുകയാണ്. അതായത് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദുഃഖം ഉണ്ടാ എന്നുള്ള ആര്യസത്യമാണ്. അപ്പോൾ ദുഃഖം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ആ പരിധി വരെ, അതായത് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ ദുഃഖമുണ്ടോ അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കാതെ നമ്മൾക്ക് ദുഃഖത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നിർവ്വാണത്തിൻ്റെ തൊട്ട് മുൻപുള്ള അനുഭവം വരെ ദുഃഖമാണ്. അപ്പോൾ നിർവ്വാണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ദുഃഖത്തെ പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദുഃഖം ഉണ്ട് എന്ന് മനസ്സിലായി, പിന്നെ അതിനെ പരിജ്ഞേയം, അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് മുക്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പരിജ്ഞാതം, അതിനെ പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദുഃഖം ഉണ്ട് എന്ന് മനസ്സിലായി അതിനെ പരിപൂർണമായിട്ടും അതിൻ്റെ മുഴുവൻ പരിധിയെയും മനസ്സിലാക്കി ദുഃഖം ഇല്ലാത്ത അവസ്ഥ വരെ ചെന്നെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ദുഃഖം എന്ന ആര്യസത്യപ്പറ്റി നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. ഇനി ദുഃഖസമുദയം എന്ന ആര്യസത്യം നമ്മൾക്ക് മനസ്സിലായി, തൃഷ്ണയാണ് അതിനെ പറ്റിയുള്ള കാരണമെന്നത്. അപ്പോൾ തൃഷ്ണ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, ദുഃഖസമുദയം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം? പഹാദബ്ബം അതിനെ പരിപൂർണമായിട്ടും പ്രഹാണം ചെയ്യണം, ഉന്മൂലനാശനം ചെയ്യണം. അത് കഴിഞ്ഞ് മുക്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഹീണം, അതിനെ നമ്മൾ പരിപൂർണമായിട്ടും ഉന്മൂലനം ചെയ്തു എന്ന് പറയാനുള്ള രണ്ടാമത്തെ ആര്യസത്യം നമുക്ക് മനസ്സിലാക്കിയുള്ളൂ. ഇനി മൂന്നാമത്തെ ആര്യസത്യം ദുഃഖനിരോധം എന്ന് പറയുന്ന ആര്യസത്യം, അതായത് മുക്തി മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, അതിനെ അരിയസച്ചം സച്ചികതബ്ബം, അതിനെ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. അതായത് ആ നിർവ്വാണം എന്ന അവസ്ഥയെ നമ്മൾ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. സച്ചികതബ്ബം. അതിനുശേഷം നമ്മൾ അതിനെ ധ്യാനം ചെയ്ത് സച്ചികതന്തി അതിനെ നമ്മൾ സാക്ഷാത്കരിച്ചു. അതായത് ആ നിബ്ബാണം എന്ന് പറയുന്ന അവസ്ഥയെ നമ്മൾ സാക്ഷാത്കാരം ചെയ്തു. അപ്പോഴാണ് മൂന്നാമത്തെ ആര്യസത്യം പൂർത്തിയാക്കിയത്. ഇനി നാലാമത്തെ ആര്യസത്യം എന്ന് പറയുന്നത് ദുഃഖനിരോധഗാമിനി പടിപത, അതായത് ദുഃഖനിരോധത്തിലേക്ക് നയിക്കുന്ന ഈ അഷ്ടാംഗമാർഗം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, ആ ദുഃഖ നിരോധഗാമിനി പടിപത അതിനെ ഭാവേദബ്ബം, അതായത് അതിനെ ഭാവന ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ സാക്ഷാത്കരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അഭ്യസിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. മുക്തി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് അതിനെ ഭാവിതന്തി, അതായത് ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അഭ്യസിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. യാവകീവഞ്ചമേ ഭിക്കവേ ഇമേഷു ചതുസു അരിയസച്ചേഷു ഏവം തിപരിവട്ടം ദ്വാദശാകാരം യഥാഭൂതം ജ്ഞാനദർശനം ന സുവിശുദ്ധം അഹോസി നേവതാവാഹം ഭിക്കവേ സദേവകേ ലോകേ സമാരകേ സബ്രഹ്മകേ സസമണബ്രാഹ്മണീയ പജായ സദേവമനുസായ അനു
അനുത്തരം സമ്മാസംബോധിം അഭിസംബുദ്ധോതി പച്ചന്യാസിം യാവകിഞ്ച മേ ഭിഖവേ ഇമേഷു ചതുഷു അരിയസച്ഛേഷു ഏവം തിപരിവട്ടം ദ്വാദശാകാരം യഥാഭൂതം ജ്ഞാനദർശനം ന സുവിശുദ്ധം അഹോസി നേവതാവാഹം ഭിഖവേ സദേവകേ ലോകേ സമാരകേ സബ്രഹ്മകേ സസ്സമണബ്രഹ്മണീയപ്പജായ സദേവമനുസായ അനുത്തരം സമ്മാസംബോധിം അഭിസംബുദ്ധോതി പച്ചന്യാസിം യാവകിഞ്ച മേ ഭിഖവേ ഇമേഷു ചതുഷു അരിയസച്ഛേഷു ഏവം തിപരിവട്ടം ദ്വാദശാകാരം ഏതുവരെ ഭിക്ഷുക്കളെ ഈ 4 ആര്യ സത്യത്തെ ഇപ്രകാരം 3 വിധത്തിൽ പിരിച്ചുകൊണ്ട് 12 പ്രകാരം യഥാഭൂതം ജ്ഞാനദർശനം ന സുവിശുദ്ധം അഹോസി ഏതു വിധത്തിൽ എനിക്ക് ജ്ഞാനദർശനം കിട്ടിയിട്ടില്ലയോ അതുവരെ ഞാൻ എന്നെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. സദേവയ്ക്ക് അതായത് ദേവന്മാരുടെ മുന്നിൽ സമാരകെ മാരന്മാരുടെ സബ്രഹ്മകെ ബ്രഹ്മന്മാരുടെ സസ്സമണ ബ്രഹ്മണീയ പ്രജായ ശ്രമണബ്രഹ്മണരായിട്ടുള്ള പ്രജകളുടെ മുമ്പിൽ സദേവ മനുസായ ദേവന്മാരുടെ മനുഷ്യന്മാരുടെ അനുത്തരം സമ്മസംബോധിം അഭിസംബുദ്ധോതി പച്ചന്യാസിം അതായത് അനുത്തരമായിട്ടുള്ള സമ്മാസംബോധി എനിക്ക് പ്രാപ്തമായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഏതുവരെ പറഞ്ഞിട്ടില്ല? എനിക്ക് ഈ കാര്യങ്ങൾ 3 വിധത്തിൽ 12 തരത്തിൽ മനസ്സിലാകുന്നതുവരെ ഞാൻ ഈ വിധത്തിൽ ഞാൻ ബുദ്ധനാണെന്ന് പറഞ്ഞിട്ടില്ല. യതോ ചകോ മേ ഭിഖവേ ഇമേഷു ചതുഷു അരിയസച്ഛേഷു ഏവം തിപരിവട്ടം ദ്വാദശാകാരം യഥാഭൂതം ജ്ഞാനദർശനം സുവിശുദ്ധം അഹോസി അതാഹം ഭിഖവേ സദേവകേ ലോകേ സമാരകേ സബ്രഹ്മകേ സസ്സമണബ്രഹ്മണീയപ്പജായ സദേവമനുസായ അനുത്തരം സമ്മാസംബോധിം അഭിസംബുദ്ധോതി പച്ചന്യാസിം യതോചകോ മേ ഭിഖവേ ഇമേഷു ചതുഷു അരിയസച്ഛേഷു ഏവം തിപരിവട്ടം ദ്വാദശാകാരം എപ്രകാരമാണ് ഭിക്ഷുക്കളെ ഈ 4 ആര്യസത്യങ്ങളെ ഇപ്രകാരം 3 തരത്തിൽ 12 വിധത്തിൽ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ എനിക്ക് ജ്ഞാനദർശനം ലഭിച്ചത് അപ്പോഴാണ് ഞാൻ സുവിശുദ്ധം അഹോസി പരിപൂർണമായിട്ടും വിശുദ്ധനായി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭിക്ഷുക്കളെ ഞാൻ ഈ ദേവന്മാരുടെ ഈ ലോകത്ത് സമാരകെ സബ്രഹ്മകെ മാരന്മാരുടെ ബ്രഹ്മന്മാരുടെ സസമണ ബ്രഹ്മണീയ പജായ ശ്രമണ ബ്രാഹ്മണീയരായിട്ടുള്ള മനുഷ്യരുടെ സദേവ മനുസായ ദേവമനുഷ്യന്മാരുടെ മുന്നിൽ അനുത്തരം സമ്മാസംബോധിം അഭിസംബുദ്ധോതി പച്ചന്യാസിം അപ്പോഴാണ് എനിക്ക് അനുത്തരമായിട്ടുള്ള സമ്മാസംബോധി ലഭിച്ചു എന്ന് ഞാൻ ഘോഷണം ചെയ്തത്. ജ്ഞാനഞ്ച പനമേ ദർശനം ഉദപാദി അകുപ്പാമേ വിമുക്തി അയമന്തിമാജാതി നത്ഥിദാനി പുനഃഭവോതി. ജ്ഞാനഞ്ച പനമേ ദർശനം ഉദപാദി അതിനുശേഷം എനിക്ക് ജ്ഞാന ദർശനം ലഭിച്ചു. അകുപ്പാമേ വിമുക്തി എൻ്റെ വിമുക്തി എന്ന് പറയുന്നത് പരിപൂർണമാണ്. ഞാൻ പരിപൂർണനായിട്ട് വിമുക്തനായി. അയമന്തിമാജാതി ഇത് എൻ്റെ അന്തിമമായിട്ടുള്ള ജന്മമാണ്. നത്തിദാനേ പുനഃഭവോതി എനിക്ക് ഇനി പുനർജന്മം ഉണ്ടാകുന്നതല്ല. ഇതമവോച ഭഗവാ അത്തമനാ പഞ്ചവഗ്ഗീയ ഭിക്ഷു ഭഗവതോ ഭാസിതം അഭിനന്ദന്തി. ഇതമവോച ഭഗവാ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. അത്തമന പഞ്ചവഗ്ഗീയ ഭിക്ഷു ഭഗവതോ ഭാസിതം അഭിനന്ദന്തി.
ആ പഞ്ചവർഗീയ ഭിക്ഷുക്കൾ ഭഗവാന്റെ ഈ ഭാഷണത്തെ അഭിനന്ദിച്ചു. ഇമസ്മിൻ ച പനവീയാകരണസ്മിൻ ഭഞ്യമാനേ ആയസ്മദോ കൊണ്ടണ്യസ്സ വിരജം വീതമലം ധമ്മചക്കും ഉദപാദി യം കിഞ്ചി സമുദയ ധമ്മം സബ്ബം തം നിരോധധമ്മന്തി. ഇമസ്മിൻ ച പണവീയാകരണസ്മിൻ ഭഞ്യമാനേ. ഈ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ആയസ്മതോ കൊണ്ടന്യസ്യ ആയുഷ്മാൻ കൊണ്ടന്യന് വിരജം വീതമലം ധമ്മചക്കും ഉദപാദി. നിഷ്കളങ്കമായിട്ടുള്ള അല്ലെങ്കിൽ കളങ്കമില്ലാത്ത മലമില്ലാത്ത ധമ്മചക്ഷു ആ കൊണ്ടന്യന് ലഭിച്ചു. അതായത് കൊണ്ടന്യൻ ശ്രോതാപന്നനായി. യം കിഞ്ചി സമുദയ ധമ്മം, ഏതൊന്ന് സമുദയം ധമ്മം അതായത് ഉത്ഭവിക്കുന്ന ധർമ്മമുണ്ടോ, സബ്ബം തം നിരോധ ധമ്മന്തി, അതെല്ലാം നിരോധം ഉണ്ടാകുന്നതാണ് എന്നുള്ള ആ കാര്യം കൊണ്ടന്യന് മനസ്സിലായി. അതായത് കൊണ്ടന്യൻ സോതാപന്നനായി. പവത്തിതേ ച ഭഗവതാ ധമ്മചക്ക ഭുമ്മാദേവാ സദ്ധമ സാവേസും ഏതം ഭഗവതാ വാരാണസിയം ഇസിപത്തനേ മികദായേ അനുത്തരം ധമ്മചക്കം പവത്തിതം അപ്പടിവത്തിയം സമണേന വാ ബ്രഹ്മണേന വാ ദേവേന വാ മാരേന വാ ബ്രഹ്മുണാ വാ കേനചിവാ ലോകസ്മിന്തി. പവത്തിതേ ച പണ ഭഗവതാ ധമ്മചക്രം, ഭഗവാൻ ധർമ്മചക്രം പ്രവർത്തിപ്പിച്ചു. ബ്രഹ്മാദേവ സദ്ധമനുസാവേസും, ഭൂമിയിലെ ദേവന്മാർ ഇപ്രകാരം ഘോഷണം ചെയ്തു. ഏതം ഭഗവതാ വാരാണസിയം ഇസിപത്തനേ മികദായേ അനുത്തരം ധമ്മചക്കം പവത്തിതം. ഏതം ഭഗവതാ വാരാണസിയം, ഇപ്രകാരം ഭഗവാൻ വാരാണസിയിൽ ഇസിപത്തനത്തിൽ അനുത്തരം ധമ്മചക്രം പവത്തിതം, അനുത്തരം ഏറ്റവും ഉത്തമമായിട്ടുള്ള ധമ്മചക്രം പ്രവർത്തിപ്പിച്ചു. അപ്പടിവത്തിയം സമണേനവ, ഇത് മറ്റാരെ കൊണ്ടും സാധ്യമല്ല, തിരിച്ചുവിടാൻ സാധ്യമല്ല. ശ്രമണേനവ ബ്രാഹ്മണേനവ, ബ്രാഹ്മണന്മാരെ കൊണ്ട് ശ്രമണന്മാരെ കൊണ്ട്, ദേവേനവ മാരേനവ ദേവന്മാരെ കൊണ്ട്, മാരന്മാരെ കൊണ്ട്, ബ്രഹ്മുണാവ കേനഞ്ചിവ ലോകസ്മിന്തി ബ്രാഹ്മണന്മാരെ കൊണ്ട്, അതേപോലെ തന്നെ ലോകത്തിലെ മറ്റൊരാളെ കൊണ്ടും ഇനി ഇത് തിരിക്കാൻ സാധ്യമല്ല. ഭുമ്മാനം ദേവാനം സദ്ധം സുത്വാ ചാതു മഹാരാജികാ ദേവാ സദ്ധമനുസാവേസും. ഭുമ്മാനം ദേവാനം സദ്ധം സുത്വാ, ഭുമ്മാനം ഭൂമിയിലെ ദേവന്മാരുടെ ശബ്ദം കേട്ടപ്പോൾ, ചാതുർ മഹാരാജിക ദേവ സദ്ധമനുസാവേസും, ചാതുർ മഹാരാജിക ദേവന്മാർ ഇപ്രകാരം ഘോഷണം ചെയ്തു. ഏതം ഭഗവതാ വാരാണസിയം ഇസിപത്തനേ മികദായേ അനുത്തരം ധമ്മചക്രം പവത്തിതം അപ്പടിവത്തിയം സമണേനവ ബ്രഹ്മണേനവ ദേവേനവ മാരേനവ ബ്രഹ്മുണാവ കേനഞ്ചിവ ലോകസ്മിന്തി. ഭൂമിയിലെ ദേവന്മാരുടെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അടുത്തതായിട്ട് അതിനു മുകളിലുള്ള ചാതു മഹാരാജിക ദേവന്മാർ ഇപ്രകാരം പറഞ്ഞു. ഇപ്രകാരം ഭഗവാൻ വാരണാസിയിൽ ഇഷിപത്തനത്തിൽ മികദായെ എന്ന് പറയുന്ന സ്ഥലത്ത് അനുത്തരമായിട്ടുള്ള ധമ്മചക്രം പ്രവർത്തിപ്പിച്ചു. ഇതിനെ മറ്റാർക്കും തിരിച്ചുവിടാൻ കഴിയില്ല. ശ്രമണന്മാർക്കോ ബ്രാഹ്മണന്മാർക്കോ അല്ലെങ്കിൽ ദേവന്മാർക്കോ മാരന്മാർക്കോ ബ്രഹ്മന്മാർക്കോ അതുപോലത്തെ ലോകത്തിലെ ഒരാൾക്കും ഇതിനെ തിരിച്ച് മറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചാതു മഹാരാജ ദേവന്മാരുടെ ശബ്ദം കേട്ടതിന് ശേഷം വീണ്ടും താവതിംസ ദേവന്മാർ ഇതേപോലെ തന്നെ പറഞ്ഞു. പിന്നെ യാമാദേവന്മാർ ഇതേപോലെ തന്നെ പറഞ്ഞു. തുസിതാദേവത്തിലുള്ള ദേവന്മാർ ഇതേപോലെ പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ടിട്ട് നിമ്മാണരതിയുള്ള ദേവന്മാർ ഇതേപോലെ പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ടിട്ട് പരനിമ്മതാവസവത്തി ദേവന്മാർ ഇപ്രകാരം പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ടിട്ട് ബ്രഹ്മകായിക ദേവന്മാർ ഇപ്രകാരം പറഞ്ഞു.
ഏതം ഭഗവതാ വാരാണസിയം നിസിപത്തനെ മികതായേ അനുത്തരം ധമ്മചക്കം പവത്തിതം അപ്പടിവത്തിയം സമണേന വാ ബ്രാഹ്മണേന വാ ദേവേന വാ മാരേന വാ ബ്രഹ്മണാ വാ കേനഞ്ചിവാ ലോകസ്മിന്തി ഇതിഹ തേന ഖണേന തേന ലയേന തേന മുഹൂർത്തേന യാവ ബ്രഹ്മലോകാ സദ്ധോ അബുഗച്ഛി ഇതി തേന ഖണേന തേന ലയേന തേന മുഹൂർത്തേന യാവ ബ്രഹ്മലോകോ സദ്ദോ അബുഗച്ഛി. ആ മുഹൂർത്തത്തിൽ, ആ ക്ഷണത്തിൽ ആ മുഹൂർത്തത്തിൽ ബ്രഹ്മലോകത്തിൽ വലിയ ഒരു ശബ്ദം ഉണ്ടായി. അയഞ്ച ദസഹസിക ലോകധാതു സംകമ്പി. ആ 10,000 ലോകധാതുക്കൾ പ്രകമ്പനം ചെയ്തു. സംപവേധി. എന്നിട്ട് അപ്പമാണോച ഉളാരോ ഓഭാസോ ലോകേ പാതുരഹോസി. വളരെ വലിയ ഒരു പ്രകാശം ലോകത്തിൽ ഉണ്ടായി. അധിക്കമാ ദേവാനം ദേവാനുഭാവന്തി. ദേവന്മാരുടെ ലോകത്തെ എല്ലാം അതിക്രമിച്ച് ഒരു വലിയ പ്രകാശം ഈ ലോകത്ത് ഉത്ഭവിച്ചു. അതഗോ ഭഗവാ ഇമം ഉദാനം ഉദാനേസി. അപ്പോൾ ഭഗവാൻ ഇപ്രകാരം ഉദാനം, അതായത് സ്വയം ഇപ്രകാരം ഉദാനം പറഞ്ഞു, അല്ലെങ്കിൽ സ്വയം ഇപ്രകാരം പറഞ്ഞു. അന്യാസി വദഭോ കൊണ്ടന്യോ. കൊണ്ടന്യൻ സത്യം മനസ്സിലാക്കി. അന്യാസി വദഭോ കൊണ്ടന്യോതി. കൊണ്ടന്യൻ സത്യൻ മനസ്സിലാക്കി. അതായത് ഈ 5 ബ്രാഹ്മണ പുത്രന്മാരിൽ കൊണ്ടന്യൻ എന്ന് പറയുന്നിട്ടുള്ള ആ ഭിക്ഷു സത്യം മനസ്സിലാക്കി. അതായത് കൊണ്ടന്യൻ ശ്രോതാപന്നനായി എന്ന് ഭഗവാൻ സ്വയം പ്രഖ്യാപിച്ചു. ഇത് ഹിതം ആയസ്മതോ കൊണ്ടന്യസ്യ അന്യാസി കൊണ്ടന്യോ ത്വേവ നാമം അഹോസി. ഇപ്രകാരമാണ് ആയസ്മൻ കൊണ്ടന്യസിന് അന്യാസി കൊണ്ടന്യോ എന്ന ദൈവനാമം, രണ്ടാമത്തുള്ള ഒരു പേര് ഉണ്ടായത്. ധമ്മചക്ക പ്രവർത്തന സൂത്രം ഇവിടെ അവസാനിക്കുന്നു. ഈ സൂത്രം ചൊല്ലിയതിൻ്റെ പുണ്യം നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ.